രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. ലൂക്കോസ് 1:6. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. പ്രിയമുള്ളവരെ, സക്കറിയായും എലിസബത്തും എങ്ങനെ ജീവിച്ചുവോ അതുപോലെ നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിൽ നീതിയുള്ളതായിരിക്കട്ടെ. വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മോടുള്ള ദൈവത്തിന്റെ വലിയ കൃപയാണ്. അതിന് നമ്മളൊരു പരിശ്രമം ചെയ്യണം. നമ്മുടെ ഒരു അധ്വാനം അതിന്റെ പുറകിലുണ്ട്. എന്നാൽ ദൈവമാണ് നമ്മെ അതിനായിട്ട് ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നടക്കാൻ നമുക്ക് കഴിയും. നമുക്ക് അങ്ങനെ ജീവിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എലിസബത്തും സക്കറിയായും ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. നീതിയുള്ള ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അന്യായങ്ങളും അനീതികളുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ നിൽക്കുവാൻ ഇടയാകട്ടെ അപ്പ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.